ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ പഠിക്കുക. ഇതിനു മുമ്പ് നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി കാണുക. നമ്മുടെ എല്ലാ വീഡിയോസിലുമുള്ള ഒരു പ്രത്യേകതയാണ് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നതാണ്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ രചിച്ച കൃതി ഏതാണ്? ഇതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ശരിയായ ഉത്തരം നേരും നുണയും എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയാണ്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം. കൽഹാര ഷാജി, ഐഫ, ആയിഷ മെഹറിൻ കീർത്തന, ഫിൽസ, ആയിഷ മെഹറിൻ, അഷിക KP, ഗായത്രി K, ജസ്ലിൻ, സാരംഗ് S, ആവണി, നവതേജ്, നവദീപ്, ദിയ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറേ കുട്ടികൾ വായനാ ദിന ക്വിസിലും അതേപോലെ പരിസ്ഥിതി ദിന ക്വിസിലും ഒക്കെ ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന് വിശ്വസിക്കുന്ന സംഭവം ഏതാണ്? ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന് വിശ്വസിക്കുന്ന സംഭവം വൈക്കത്ത് എത്തിയ ഗാന്ധിജിയെ കണ്ട നിമിഷമാണ്. അതായത് ഗാന്ധിജി വൈക്കത്ത് എത്തിയപ്പോൾ ഗാന്ധിജിയെ കണ്ട നിമിഷമാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി എന്ന് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ആരംഭിച്ച വാരികയുടെ പേരെന്താണ്? ബഷീർ ആരംഭിച്ച വാരികയുടെ പേരെന്ത്? ബഷീർ ആരംഭിച്ച വാരികയുടെ പേരാണ് ഉജ്ജീവനം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉജ്ജീവനം. മൂന്നാമത്തെ ചോദ്യം, ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്? പ്രഭ എന്ന തൂലികാനാമത്തിലാണ് ബഷീർ ഉജ്ജീവനം എന്ന വാരികയിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങൾ ബഷീർ എഴുതിയിരുന്നത് ഏത് വാരികയിലാണ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഉജ്ജീവനം എന്നായിരിക്കും. ഇതേപോലെ എല്ലാ ചോദ്യങ്ങൾക്കും 2 വശമുണ്ടാവും. അങ്ങനെ പഠിക്കുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ആദ്യ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥ ഏതാണ്? ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയാണ് എൻ്റെ തങ്കം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ തങ്കം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആത്മകഥ എഴുതാൻ ഫാബി ബഷീറിനെ സഹായിച്ച വ്യക്തി ആരാണ്? ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഇല്ലാത്ത ചോദ്യമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ആത്മകഥ എഴുതാൻ ഫാബി ബഷീറിനെ സഹായിച്ച വ്യക്തി താഹ മാടായി ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം താഹ മാടായി. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേരെന്താണ്? ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേരെന്ത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കാരണം ബഷീർ ഒറ്റൊരു നാടകമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേരാണ് കഥാബീജം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഥാബീജം. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഏത് നോവലാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി മാറ്റിയത്? ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി മാറ്റിയത്. മതിലുകൾ എന്ന സിനിമയുടെ സംവിധായകൻ്റെ പേര് കൂടി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ബാല്യകാലസഖി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്?
ഡോക്ടർ റൊണാൾഡ് ആഷറാണ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നോവൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. 9ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം അവസാനമായി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ബഷീറിൻ്റെ മരണശേഷം അവസാനമായി പുറത്തിറക്കിയ പുസ്തകം ഏത്? ബഷീറിൻ്റെ മരണശേഷം അവസാനമായി പുറത്തിറക്കിയ പുസ്തകം പ്രേം പാറ്റയാണ്. അതേപോലെ ബഷീറിൻ്റെ മരണശേഷം ആദ്യം പുറത്തിറക്കിയ പുസ്തകം യാ ഇലാഹിയാണ്. കുറേ കുട്ടികൾക്ക് ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ ഡൗട്ടുണ്ട്. അതായത് ബഷീറിൻ്റെ മരണശേഷം ആദ്യം പുറത്തിറക്കിയ കൃതിയാണ് യാ ഇലാഹി, അവസാനം പുറത്തിറക്കിയ കൃതിയാണ് പ്രേം പാറ്റ. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബഷീറിനൊപ്പം പ്രശസ്തമായ മരം ഏതാണ്? ബഷീറിൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബഷീറിനൊപ്പം പ്രശസ്തമായ മരമാണ് മാംഗോസ്റ്റിൻ മരം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാംഗോസ്റ്റിൻ മരം. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചിരിക്കുന്നത് പ്രൊഫസർ MK സാനു ആണ്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. ബഷീറിനെ പറ്റി പ്രൊഫസർ MK സാനു എഴുതിയ കൃതിയുടെ പേരെന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? MA റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം MA റഹ്മാൻ. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1930 ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടം ഏതാണ്? 1930 ഉപ്പു സത്യാഗ്രഹമാണ് ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടം. ഉത്തരം ഉപ്പു സത്യാഗ്രഹം. 14ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ കൃതി ഏതാണ്? ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ കൃതിയുടെ പേരാണ് മതിലുകൾ. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മതിലുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ഈ ചോദ്യം ഇതാണ്. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി മറ്റാരുമല്ല ബാലാമണി അമ്മയാണ്. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലാമണി അമ്മ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബഷീറിന് പത്മശ്രീ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. കുറേ കുട്ടികൾ ഉത്തരം മാത്രം കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്താലേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 15 ചോദ്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഇതിനു മുമ്പ് നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടു തീർത്ത ഉടൻ തന്നെ അതുകൂടി കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോസിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് ബഷീർ ദിനത്തോടനുബന്ധിച്ച് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.